വ്യാജ കത്ത് വിവാദത്തിൽ കേസ് ബ്രിഗേഡിലെ കൂടുതൽ പേരെ ചോദ്യം ചെയ്യും. കൂടുതൽ പേർ ഹാജരാകാൻ പോലീസ് സമൻസ് അയച്ചു. ഇന്നലെ കെ സുധാകരന്റെ മരുമകനെ ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് കൂടുതൽ പേർക്ക് സമൻസ് അയച്ചിരിക്കുന്നത്. കത്ത് ഉണ്ടാക്കിയവരെയല്ല, ഷെയർ ചെയ്തവരെ പോലീസ് പീഡിപ്പിക്കുകയാണെന്ന് സമൻസ് ലഭിച്ചവർ ആരോപിച്ചു. ജോസഫ് ചേരുകയാണ്. ജോസഫ്, വലിയ വിവാദമാണ് പാർട്ടിക്കുള്ളിൽ ഉണ്ടാക്കിയത്. കഴിഞ്ഞ ദിവസം കെ സുധാകരന്റെ മരുമകനെ ചോദ്യം ചെയ്തു. ഇപ്പോൾ ഇതാ കൂടുതൽ പേർക്ക് സമൻസ് അയക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാണ് വിവരങ്ങൾ? ലിജിൻ, കെ സുധാകരന് സീറ്റ് നിഷേധിച്ചതിന് പിന്നാലെ കണ്ണൂർ രാഷ്ട്രീയം അക്ഷരാർത്ഥത്തിൽ കലങ്ങി മറിയുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ കടന്നിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഇത്തരത്തിൽ കണ്ണൂർ മണ്ഡലത്തിൽ TO മോഹനെ മത്സരിപ്പിക്കണമെന്നും കെ സുധാകരനെ മത്സരിപ്പിക്കരുതെന്നും പറഞ്ഞ് ഇത്തരത്തിൽ കത്തയച്ചതെന്നാണ് വലിയ രീതിയിലുള്ള ആരോപണം ഉയർന്നത്. ആ ഘട്ടത്തിൽ തന്നെ സണ്ണി ജോസഫ് വ്യക്തമാക്കിയതാണ് താനല്ല ഇത്തരത്തിലൊരു കത്ത് തയ്യാറാക്കിയതും ഇത്തരത്തിലൊരു കത്ത് തന്റെ അറിവോടുകൂടി തയ്യാറാക്കിയിട്ടില്ല എന്ന കാര്യം അദ്ദേഹം ആദ്യഘട്ടത്തിൽ മുതൽ തന്നെ പറയുകയുണ്ടായി. പക്ഷേ KS ബ്രിഗേഡും കെ സുധാകരനും ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കത്ത് സണ്ണി ജോസഫ് അയച്ചു എന്ന രീതിയിൽ തന്നെ നിലപാട് സ്വീകരിക്കുകയായിരുന്നു. ഇത് പാർട്ടിയെ വലിയ രീതിയിലേക്കുള്ള പിളർപ്പിലേക്കും വലിയ രീതിയിലുള്ള ചേരിതിരിവിലേക്കും നയിച്ചിരുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളിലും കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമുക്ക് കാണാൻ സാധിച്ചത്. തെരഞ്ഞെടുപ്പ് വേളയിൽ ഇത് വലിയ രീതിയിലുള്ള ചർച്ചകൾക്കും ഇടയാക്കി. സണ്ണി ജോസഫ് ഉൾപ്പെടെ മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ ഇതുപോലെ KS ബ്രിഗേഡ് വലിയ പ്രതിരോധമുയർത്തി. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലൊക്കെ ഇത് വലിയ രീതിയിലുള്ള പ്രതിരോധം സണ്ണി ജോസഫിന് ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്തൊരു സാഹചര്യമുണ്ടായിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് സണ്ണി ജോസഫ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി നൽകിയത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കും കളക്ടർക്കും DGPക്കും ഉൾപ്പെടെയാണ് പരാതി നൽകിയത്. ഈ പരാതികളുടെ അടിസ്ഥാനത്തിൽ ആലക്കോട് സൈബർ പോലീസാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കേസ് അന്വേഷിച്ചത്. ഈ സംഭവത്തിൽ ഇപ്പോൾ കെ സുധാകരന്റെ മരുമകനെ ചോദ്യം ചെയ്തതിന് പിന്നാലെ KS ബ്രിഗേഡിൽപ്പെട്ട കൂടുതൽ ആളുകളെ ഇപ്പോൾ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുകയാണ്. ഈ പോസ്റ്ററുകൾ അതുപോലെ തന്നെ ഈ കത്തിന്റെ കോപ്പികൾ ഷെയർ ചെയ്തവരെയാണ് ഇപ്പോൾ കൂടുതലായി പോലീസ് ചോദ്യം ചെയ്യുന്നത്. എന്തായാലും ഇത് ഇത്തരത്തിൽ സണ്ണി ജോസഫിനെ അനുകൂലിക്കുന്ന വിഭാഗം പറയുന്നത് KS ബ്രിഗേഡിന്റെ ഒരു ഉൽപ്പന്നമാണ് ഈ വ്യാജ കത്ത്. ഇതിന്റെ പേരിൽ മറ്റ് വിഭാഗീയ ശ്രമങ്ങൾ ഉണ്ടാക്കാനാണ് കെ സുധാകരൻ ശ്രമിച്ചത്. സീറ്റ് നിഷേധത്തിന് പിന്നാലെ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള വിഭാഗീയത ഉണ്ടാക്കാൻ ഈ കത്ത് കാരണമായി എന്ന കാര്യവും അവർ പ്രധാനമായും ആരോപിക്കുന്നുണ്ട്. എന്തായാലും KS ബ്രിഗേഡിൽപ്പെട്ട കെ സുധാകരന്റെ മരുമകനെ ഉൾപ്പെടെ ഇപ്പോൾ ചോദ്യം ചെയ്ത് വിട്ടയച്ചിരിക്കുകയാണ്. കൂടുതൽ പേരെ കേസിനെ അനുകൂലിക്കുന്ന കൂടുതൽ ആളുകളെ ഇപ്പോൾ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ കേസിന്റെ ഗൌരവം വർദ്ധിപ്പിക്കുന്നത്. അതായത് കോൺഗ്രസിലെ പാളയത്തിലെ പട തന്നെ അത് വലിയ രീതിയിലുള്ള വിഭാഗീയതകൾക്കും അത് വലിയ നിയമ പോരാട്ടങ്ങൾക്കും കാരണമാകുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ കടന്നിരിക്കുകയാണ്. എന്തായാലും സണ്ണി ജോസഫ് ഒരുപക്ഷെ ഈ പേരാവൂർ മണ്ഡലത്തിൽ തോൽക്കുകയാണെങ്കിൽ ഈ കത്ത് വിവാദം വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വീണ്ടും ഇടയാക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ കടക്കും. കാരണം കെ സുധാകര പക്ഷം ഈ കത്ത് ഉയർത്തിക്കാട്ടി വലിയ രീതിയിലുള്ള പ്രചരണങ്ങൾ പേരാവൂരിൽ മാത്രമല്ല മറ്റു മണ്ഡലങ്ങളിലും നടത്തിയിരുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. എന്തായാലും ഇത് വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വീണ്ടും ഇടയാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു. കെ സുധാകരന്റെ മരുമകനെ ഇന്നലെ ചോദ്യം ചെയ്തതിന് പിന്നാലെ സുധാകരനെ അനുകൂലിക്കുന്ന കുറേയധികം ആളുകൾക്ക് ഇപ്പോൾ പോലീസ് ഇപ്പോൾ സമൻസ് അയച്ചിരിക്കുകയാണ്. ഈ വ്യാജ കത്തുമായി ബന്ധപ്പെട്ട അതിന്റെ പ്രചരണവുമായി ബന്ധപ്പെട്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലാണ് ഇപ്പോൾ പ്രധാനമായും ആലക്കോട് പോലീസ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം തന്നെ ഈ കെ സുധാകര പക്ഷം ആരോപിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത് പ്രചരിപ്പിച്ചത് മാത്രമാണ് തങ്ങൾ ചെയ്തിട്ടുള്ളത്. ഇത് ആരാണ് നിർമ്മിച്ചതെന്ന് ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അത് കൃത്യമായി കണ്ടെത്തണമെന്നൊരാവശ്യം കൂടി ഈ കേസ് ബ്രിഗേഡ് ഈ ഘട്ടത്തിൽ ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. നിച്ചിൻ, ശരി. കണ്ണൂർ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ തന്നെ കത്ത് വിവാദം വീണ്ടും കൊടുക്കുകയാണ്. ജോസഫാണ് വിവരങ്ങൾ നൽകിയത്.